ഇതാണ് ആ ഒരു വാക്കെന്ന് പറയുന്നത്, നമ്മൾ എന്ത് വിതയ്ക്കുന്നോ അത് നമ്മൾ കൊയ്തിരിക്കും. നമ്മളൊരു കാര്യത്തിന് എത്രമാത്രം ആത്മാർത്ഥതയോടെ സമീപിച്ചാൽ അത് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അതിനുള്ള ഇത് കിട്ടിയിരിക്കും. പക്ഷേ ഇതിൽ മെയിൻ ഇത് വരുന്നത് നമ്മുടെ പാഷനും നമ്മുടെ ഏണിംഗ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ നമ്മുടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതും ഒരു ഫീൽഡാണെങ്കിൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് സിനിമ കിട്ടിയാൽ മാത്രമേ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം എൻ്റെ വരുമാനവും അതാണ്, എൻ്റെ പാഷനും അതാണ്. ആക്ടിങ്ങിനേക്കാൾ സിനിമയാണ് എൻ്റെ പാഷൻ. ഇപ്പം നമ്മളൊരു അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഒരടഞ്ഞൊരു സർഫസിലിരുന്ന് ആ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്ന ആ ഒരു ഫീലാണ് എൻ്റെ പാഷൻ. അപ്പം നമുക്കൊരിക്കലും നമുക്ക് വിചാരിച്ച പോലെ നമുക്ക് സെലക്റ്റീവ് ആകാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ സിനിമ കിട്ടിയില്ലെന്ന് വരാം. ലൈഫ് എങ്ങനെ കൊണ്ടുപോകുന്നുള്ളൂ നമ്മുടെ ലൈഫ്. ഇപ്പം നമ്മൾ പ്രൊഫൈൽ ഒരു ലോ പ്രൊഫൈൽ ആയാലും ഞാൻ പറയില്ല, ഇപ്പം മറ്റുള്ളവരെ സമാധാനിപ്പിക്കാണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ബുദ്ധിമുട്ടാവും. പക്ഷെ നമ്മളെ സമാധാനിപ്പിക്കേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ നമ്മളൊരു കാര്യത്തിന് ആത്മാർത്ഥമായിട്ട് സമീപിച്ചാൽ അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ പതുക്കെ ആയാലും അത് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾ കൊയ്തിരിക്കും. രണ്ടാമത്തെ കാര്യം, ഈ ബോഡി നോക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും മോശം ഒരു അവസ്ഥ ഉണ്ടായാൽ അതിൻ്റെ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് നമ്മൾ കാണിക്കുക, നമ്മൾ പെട്ടെന്ന് ആ പ്രതികാരം കാണിക്കുക നമ്മളോട് തന്നെയായിരിക്കും. കൃത്യമായി ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ കൃത്യമായി ഉറങ്ങാതിരിക്കുക, വേണ്ട രീതിയിലുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക, മദ്യപിക്കുക, ദുശീലങ്ങൾ, അങ്ങനെയൊക്കെ. കാരണം അതാണല്ലോ കുറച്ചുകൂടി എളുപ്പം. അപ്പുറത്തെ സൈഡിൽ ആ ശരീരം അങ്ങനെ ഫിറ്റാക്കി വെക്കുന്നത് നിങ്ങളുടെ ഒരു ആവശ്യം കൂടിയാണ്, നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട്. ഇതെങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് പിടിച്ചു നിർത്തും? ഞാൻ സിനിമയിൽ വന്നിട്ട് ബോഡി ബിൽഡിങ് തുടങ്ങിയതല്ല. ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ്, അതായത് +2 ഡിഗ്രിയിലോട്ട് കയറാനായിട്ടൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ പറയുന്ന പോലെ ഇങ്ങനെ ജിം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇത് വരുന്നത്. അപ്പം അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയെന്നേ ഉള്ളൂ. പക്ഷേ സിനിമ വന്നപ്പോഴത്തേന് കോൺഷ്യസ് ആയി നമ്മളിത് ചെയ്തു വെച്ചിരുന്നാൽ നമുക്ക് പ്രകടിപ്പിക്കാനായിട്ടൊരു വലിയ മേഖലയുണ്ട്. കാരണം ഈ മേഖല എന്ന് പറയുന്നത് നമുക്ക് ആഗ്രഹിക്കുന്ന പോലുള്ള ജീവിതവും, നമുക്ക് പണ്ടൊക്കെ ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു ഫംഗ്ഷനോ നമ്മുടെ ബന്ധുക്കളുടെ ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ നമ്മൾ മൈൻഡ് പോലും ചെയ്യാറില്ല. ബന്ധുക്കളെല്ലാവരും പ്രശ്നക്കാരെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർക്കൊരു റെക്കഗ്നൈസേഷൻ കിട്ടും, മതിപ്പുണ്ട്. ഇപ്പം എനിക്ക് സിനിമ കുറവാണോ അല്ലെങ്കിൽ ഞാൻ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന സ്വീകരണം കുറവാണോ, ഇതൊന്നും എന്നെ സംബന്ധിച്ച് എൻ്റെ ക്രൈറ്റീരിയ. എൻ്റെ ക്യാരക്ടർ നന്നായി ചെയ്യുക എന്നേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ വിഷമമുള്ള സമയം വരും. ഈ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള ശീലങ്ങളിലേക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ടുപോകുന്നത് ആ ശീലങ്ങളായിരിക്കും. പക്ഷേ ഈ വിഷമമുള്ള സമയത്ത് നമ്മളൊന്ന് ഉണർന്നിരുന്ന് ഇതിനെ എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളൊരു സംഭവം, ഇതിപ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഇത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഒരു ചുറ്റുവട്ടം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ജീവിതകാലം മുഴുക്കെ നമ്മൾ കുറേ നല്ല കാര്യം ചെയ്തിട്ട് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റിനെയായിരിക്കും ഭയങ്കരമായിട്ട് ഇകഴ്ത്തി പാടുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് വന്നപ്പോൾ അവർ ചോദിച്ചു, ഈ കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഇത്രയും മഹാനാണല്ലോ, അപ്പം അദ്ദേഹം ഏതെങ്കിലും ഇപ്പം ഞാൻ ബിഗ് ബോസ് ആയിട്ട് അദ്ദേഹം ഒരാൾ ബിഗ് ബോസിൽ പോയാൽ നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു സ്കൂളിൻ്റെ ഫംഗ്ഷന് പോയപ്പോഴാണ് ഞാൻ പറഞ്ഞു, കായംകുളം കൊച്ചുണ്ണി എന്നുള്ളൊരു വ്യക്തിയല്ല, ആരായാലും അന്നത്തെ സമയം എന്ന് പറയുന്നത് കൊച്ചുണ്ണി 38 വയസ്സ് വരെ ജീവിച്ചൊരു വ്യക്തിയാണ്. അപ്പം ആകെ കൂടെ ഈ ഐതിഹ്യമലയിൽ 5 പേജിലെ പുള്ളിയെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. അതിൽ കുറച്ച് 2-3 മോഷണം, ആ മോഷണത്തിൽ 2-3 നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, 1-2 നല്ല കാര്യങ്ങൾ. ഇപ്പോഴും ആ 38 വയസ്സിൽ അദ്ദേഹത്തെ പാടിക്കൊണ്ടിരിക്കുന്ന ഈ 2 നല്ല കാര്യങ്ങൾക്ക് തന്നെ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്ന് പക്ഷെ അങ്ങനെയല്ല. ഇന്ന് ജീവിതകാലം മുഴുക്ക അയാൾ നന്മ ചെയ്തിട്ട് അയാളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയോ ആ മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് അത് ഇകഴ്ത്തിയപ്പോൾ അത് സോഷ്യൽ മൊത്തത്തിൽ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പറയുന്ന പോലെ നമ്മളാണ് ചിന്തിക്കേണ്ടത്. അപ്പം നമ്മൾ ഈ പറയുന്ന അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തി. അപ്പം നമ്മളാണ് ചിന്തിക്കേണ്ടത് ഇത് നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം. നമ്മൾ ആൾക്കാരും എന്തെങ്കിലും പറയും, കാരണമില്ലാതെ കുറ്റങ്ങൾ പറയാം. ആ സമയത്ത് നമ്മൾ ചിന്തിക്കുക, ഇത് നമുക്ക് ചോരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ. നല്ല രീതിയിൽ ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കാലം നമുക്ക് ഈ പറഞ്ഞ ലഹരി എന്ന് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ചോട്ടാ മുമ്പേ സിനിമ കാണാൻ പോയ സമയത്ത് നമ്മൾ എത്ര കാലം മുമ്പ് ചെയ്ത സിനിമയാണ് ഇന്നിപ്പോൾ പ്രേക്ഷകരുടെ നിന്ന് കണ്ടപ്പോഴുണ്ടല്ലോ, അതൊരു ക്ലാസിക് കൾട്ട് എൻ്റർടൈനറായി ജനങ്ങൾ അവരോട് സിനിമയിലൂടെ സഞ്ചരിക്കണം. ഇതൊരു വലിയ ലഹരിയായിരുന്നു എനിക്ക് അവരെ നിന്ന് കണ്ടപ്പോഴത്തേന്. അയ്യോ, നമ്മൾ ജനങ്ങളെ ഇത്രയും നമ്മൾ എൻ്റർടൈൻ ചെയ്യിച്ചല്ലോ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. അത് തന്നൊരു ലഹരി എനിക്കുണ്ടായിരുന്നു. ഇത് ഉപദേശം എന്ന് പറഞ്ഞാൽ ആരും സ്വീകരിക്കേണ്ടായിരുന്നു, നമ്മുടെ ജീവിതമാണ്. വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ആക്കുക. ഈ അന്ന് സൈന്യൂട്ടിട്ടുള്ള കുറെ കോസ്റ്റ്യൂംസ് ഇപ്പൊ പിള്ളേർ ഇടുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ടോ? ആ ടീഷർട്ട്സും അങ്ങനത്തെ റിലാക്സ്ഡ് ഫിറ്റ് പാൻസും അന്ന് ഈ സൈനുവിന്റെ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ദൈവം ഇങ്ങനെയൊക്കെ, കാരണം ഞാൻ ട്രിവാൻഡ്രത്താണ് വരുന്നത്, അപ്പോൾ ഇത് എനിക്ക് കുറച്ച് ഓവറാണോ എന്ന് തോന്നി. പക്ഷെ ഞാൻ ഫോട്ടോ വെച്ചാലും മട്ടാഞ്ചേരി ചെന്നപ്പോൾ
അവിടെ 100-150 സൈനുവിനെ കാണാൻ സാധിച്ചു. കാരണം അത്രത്തോളം ഡയറക്ടർ അത് ശ്രദ്ധിച്ചിരുന്നു. ഇങ്ങനെ സൈനു ഇങ്ങനെ ആയിരിക്കണം, ലുക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റും ഒക്കെ കൂടെ അത് ശ്രദ്ധിച്ചിരുന്നു. അപ്പം ഇന്ന് പലരും ഇട്ട് കാണുമ്പോൾ നമുക്ക് സന്തോഷം, അത് അവരുടേതാണ് കേട്ടോ. ഈ ചോട്ടാ മുംബൈ അവസാനിപ്പിക്കുമ്പോൾ എന്താ ചന്ദ്രപ്പനും സൈനും മാത്രം പിടിക്കാത്തത്? ചോട്ടാ മുംബൈ തുടങ്ങുമ്പോഴേ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഇതൊരു റണ്ണിങ് റേസ് അല്ലെന്ന് ആദ്യം പറയുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രപ്പനും സൈനുവിനും പ്രത്യേകിച്ച് യാതൊരുവിധ ഒട്ടും ലക്ഷ്യങ്ങളില്ലാത്ത ആൾക്കാരാണ്. ഇപ്പം ബിജുക്കുട്ടൻ ചേട്ടൻ്റെ ക്യാരക്ടറിനും സുശീലിൻ്റെ ക്യാരക്ടറിനും അതുപോലെ തലയ്ക്ക് കുടുംബങ്ങളൊക്കെ കാണിക്കുന്നു, ഇന്ദ്രേട്ടൻ്റെ ക്യാരക്ടറിനും കുടുംബം കാണിക്കുന്നു. ഇവരെന്നിട്ട് കുടുംബത്തിൽ നിന്ന് ഇറക്കി വിടുമ്പോഴത്തേന് വരുന്നത് ചന്ദ്രപ്പൻ്റെ സൈനുയുടെ അടുത്താണ്. ഈ സൈനു ഇവർ രണ്ടുപേരും എന്താ പറയുമ്പോൾ ഒരു പുറമ്പോക്കിൽ ഒരു മറ്റേ ഷീറ്റൊക്കെ വെച്ചിട്ട് ഒരു വീടിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് ഇവിടെ വാ, ഇവിടെ താമസിക്കാം, അത് അവരെ സ്ഥലം പോലും അല്ല, കണ്ടറിഞ്ഞോട്ടെ പൈപ്പ് ലൈനൊക്കെ പോകുന്ന. അപ്പം അത്രത്തോളം സീരിയസ്നെസ് അല്ല അവർക്ക് ജീവിതം. അപ്പം അവർ തലയെ ആരാധിച്ചു കൂടെ, ഇന്ന് തല നന്നാകുമ്പോൾ ഓക്കെ തല നന്നായിരിക്കും, പക്ഷെ നമ്മളെ ഇപ്പോഴും നമുക്ക് സീരിയസ്നെസ് പറ്റില്ലെന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ എന്തായിരുന്നു ഈ ആളുകള് ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് ആ സമയത്ത് എന്ന് പറഞ്ഞിരുന്ന റെസ്പോൺസ്? ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് അൻവർ റഷീദ് അഴകപ്പൻ എന്ന് പറയുന്ന ഇതിന്റെ ക്യാമറാമാനോട് പറയുന്ന ബ്രീഫ്, സാർ ഞാനൊരു കളർഫുൾ പടം പിടിക്കുകയാണ്, ഇതിനകത്തൊന്നുമില്ല, ഫോട്ടോ പടമാണ്, പക്ഷെ കളർഫുൾ പടമാണ്, ആളുകൾ എന്റർടൈൻഡ് ആണ്, അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ഒരു മോഡലാണ് ആ പടത്തിന് ഫുൾ ട്രാവൽ എന്ന് അഴകപ്പൻ്റെ ഇന്റർവ്യൂവിൽ പറയാൻ ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ മണിക്കുട്ടനോട് ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് അന്നത്തെ ആളുകളുടെ റെസ്പോൺസ് അല്ലെങ്കിൽ അന്നത്തെ ആളുകൾ പറഞ്ഞിരുന്നത് എന്തൊക്കെയായിരുന്നു? ഇല്ല, ഞാൻ കോഴിക്കോട് നിന്നാണ് ആദ്യം സിനിമ കാണുന്നത്. ഞാൻ നമ്മുടെ കൊച്ചുണ്ണിയുടെ സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു ഫംഗ്ഷന് പോയി. അത് അവിടെ കണ്ടപ്പോൾ അവർ ഭയങ്കരമായിട്ട് വന്ന് ആഘോഷിക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞ ഈ സിനിമ കാണുമ്പോൾ എന്നെ മറന്നിട്ട് ഞാൻ ഈ സിനിമയുടെ കൂടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ്. പിന്നെ ട്രിവാൻഡ്രത്ത് വന്നപ്പോഴും ഞാനതങ്ങനെ കണ്ടു. അപ്പോൾ നമ്മുടെ കൂടെ കണ്ടവർ ഗംഭീരമായിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു അതെ സിനിമ ഗംഭീരം, അല്ല മണിക്കൂട്ട സൈന് ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുമ്പം അപ്പോഴും നമ്മൾ പ്രേക്ഷകനാണ്, നമ്മളൊരു പ്രേക്ഷകനായി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ നമ്മൾ പറയില്ല അഭിനയം കുറച്ചും കൂടെ സീരിയസ് ആയി കണ്ടപ്പോഴാണ് അതിൽ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ഈ സിനിമയിൽ സീനുകളുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേന് ഇത് യഥാർത്ഥത്തിൽ അൻവർക്ക് പറഞ്ഞ പോലെ ഇത് കളർഫുൾ സിനിമയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ പ്രത്യേകിച്ച് കഥകളൊന്നുമില്ല. പക്ഷേ ഈ സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേനും നമുക്ക് എവിടെയെങ്കിലും നമ്മളെ കാണാൻ സാധിക്കും. പിന്നെ അങ്ങനെ വരുമ്പോഴാണ് ഇതൊരു എന്താ പറയുക, ഒരു ക്ലാസിക് സിനിമയാണ്, ഒരു ക്ലാസിക് കൾട്ടായി മാറുന്നത്. നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച ഏതെങ്കിലും കാര്യങ്ങൾ നമുക്കവിടെ കാണാം. അത് എൻ്റർടൈൻമെൻറ്റ് ഇതിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എവിടെയൊക്കെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസ് കണക്റ്റ് ആവുന്നുണ്ട്. ഇപ്പം സായി ചേട്ടൻ്റെ ക്യാരക്ടറിന് ഇമോഷണലി കണക്ട് ആവുന്ന ആൾക്കാരുണ്ടാവും. തലയായിട്ട് ചിലപ്പോൾ അവർ ജോലി ഉണ്ടാവാം, പക്ഷെ ജോലി ഉണ്ടായിട്ടും തലയായിട്ട് ഇമോഷണലി, ലതയായിട്ട് ഈ പറയുന്ന പോലെ ഭാവന ചെയ്ത ക്യാരക്ടറിന് ഇമോഷണലി, സൈനുവിൻ്റെ ഇമോഷണലി കണക്ട് ആവുന്ന ആൾക്കാരും ഉണ്ട്. അല്ല അതൊക്കെ മാറ്റിയെടുത്താലും ഇപ്പോൾ രണ്ട് ക്രിമിനലി കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് ബ്രദേഴ്സ്, നടേശനും അനിയനും, അവര് തമ്മിലുള്ള ബോണ്ടിങ്ങിൽ ഭയങ്കര സ്നേഹവും സത്യസന്ധതയുണ്ട്. അതെ അവരെ കുടുംബത്തോട് അവർ കാണിക്കുന്ന ഒരു സംഭവം, അമ്മയ്ക്ക് വേണമെങ്കിൽ കൊണ്ട് വല്ല ആശുപത്രിയിലേക്ക് ആക്കാം, അവരെ അനാഥ മന്ദിരത്തിലേക്ക് കൊണ്ടാക്കാം, പക്ഷെ അമ്മയെ പ്രശ്നക്കാരിയാണെങ്കിൽ അമ്മയും കൂടെ നിർത്തുന്നുണ്ട്. അത് ഈ ഇമോഷണലി കണക്റ്റ് ആകുമ്പോഴാണ് അത് നമ്മൾ ഈ പറയുന്ന പോലെ ഈ സിനിമയുടെ കഥയിൽ ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. അത് എനിക്ക് ഇന്നിപ്പം നമ്മൾ പറയില്ലേ, അന്ന് നമ്മൾ അതും ശ്രദ്ധിച്ചില്ല, എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഇന്നിപ്പം നമ്മൾ കുറച്ചും കൂടെ സിനിമയെ സീരിയസ് ആയി കണ്ടു തുടങ്ങിയപ്പം ഈ ഇമോഷണലി കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി.